നമ്മളോട് നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രോയിങ് ചലഞ്ച് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ച് നോക്കണം. അപ്പൊ നമുക്ക് കുറച്ച് കുട്ടികളെ കിട്ടിയിട്ടുണ്ട്, നമുക്ക് ചെയ്യുമോ എന്നുള്ളത് നോക്കി നോക്കാം. ഈ ബുക്ക് ഒന്ന് ഓപ്പൺ ആക്കി നോക്കൂ, ഈ ബുക്ക് ഒന്ന് ഓപ്പൺ ആക്കോ, നോക്കി നോക്കോ. ഹായ്, ഈ ബുക്ക് ഒന്ന് ഓപ്പൺ ആക്കി നോക്കൂ, തുറന്നു നോക്ക്. ബുക്ക് പിടിച്ചോ, കൈ കൊണ്ട് പിടിച്ചോ. ഓക്കെ, ചിത്രം വരയ്ക്കണ്ട, വെറുതെ പേന തെളിയാണ്ട് വരുമ്പോ ഇങ്ങനെ മഷി ഉണ്ടോ എന്ന് നോക്കില്ലേ നമ്മള്. ഓക്കെ, കോറി വരച്ചിട്ടുണ്ട്. ഇതാക്കിയിട്ട് കോറിട്ടോ. ഇനി അടുത്ത ആള്. ഓക്കെ, ഗുഡ്, വെരി ഗുഡ് ട്ടോ. ചിത്രമാക്കി മാറ്റാൻ പറ്റുന്ന അങ്ങനെ തോന്നുന്നില്ല. ഈ ഷേപ്പ് കണ്ടിട്ട് എന്തെങ്കിലും ചിത്രമുള്ള പോലെ തോന്നുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ട്. എന്ത് ചിത്രമായിട്ടാ തോന്നണേ? അങ്ങനെ പറയാൻ പറ്റില്ല അല്ലേ? എന്തായാലും നമുക്ക് നോക്കി നോക്കാം. നമുക്ക് ഇതിനൊരു പിക്ചർ ആക്കിയിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാം. അപ്പൊ താങ്ക് യു സോ മച്ച്. നിങ്ങൾ പറഞ്ഞ ഈ ഒരു ആക്ടിവിറ്റി ചെയ്തപ്പോൾ 2 പുതിയ കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, കുട്ടികൾ പൊതുവെ അവർക്ക് അറിയുന്ന ആൾക്കാരോടാണ് ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അവരുടെ പേരൻസിനോട്. രണ്ടാമത്തെ കാര്യം, മറ്റു കുട്ടികളിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ടാണ് ആ മൂന്നാമത്തെ കുട്ടി വരച്ചത്. ആ കുട്ടിക്ക് ജന്മന ഇതിനോടൊക്കെ ഒരു താല്പര്യം ചിലപ്പോൾ ഉണ്ടാവാം.